സരിത നായർ എഴുതിയ വിവാദ കത്ത് പുറത്തായിരിക്കുന്നു. കത്തിലെ വിശദാംശങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്റെ ലൈംഗികമായി പീഡിപ്പിച്ചു. ക്ലിഫ് ഹൗസിൽ വെച്ചാണ് മുഖ്യമന്ത്രി പീഡിപ്പിച്ചത്. ഇതോടൊപ്പം മുൻ കേന്ദ്രമന്ത്രിക്കെതിരെയും ആരോപണം. മുൻ കേന്ദ്രമന്ത്രി സരിതയെ ബലാത്സംഗം ചെയ്തു. പീഡനം നടന്നത് ഒരു സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച്. സരിത കത്തെഴുതിയത് 2013 ജൂലൈ 19. ജൂലൈ 19 2013 കത്ത് പുറത്തുവിടുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണം. KG ദിനകർ തിരുവനന്തപുരത്ത് നിന്നും. ദിനകർ, സോളാർ കമ്മീഷനിൽ അടക്കം നാം കണ്ട കാര്യങ്ങളാണ്. സരിതയെ അറിയില്ല എന്നും കണ്ടിട്ടുണ്ടാകാമെന്നും ഒക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുമ്പോൾ 2013 ഏറ്റവും വിവാദമായ കത്തിലെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നത് അഴിമതിക്കപ്പുറം ലൈംഗിക ആരോപണങ്ങളാണ്. പ്രദീപ്, തീർച്ചയായും ഞെട്ടിക്കുന്ന വാർത്ത അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സരിത ഇത്രയും കാലം ഇത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ സരിതയെ തനിക്ക് അറിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഇത്രയും നാൾ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സരിതയുടെ കത്ത് പുറത്തു വന്നിരിക്കുന്നു. കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് 2013 ജൂലൈ 19 തന്നെ മുഖ്യമന്ത്രി പീഡിപ്പിച്ചു എന്നാണ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ വെച്ചാണ് പീഡിപ്പിച്ചത് എന്നും സരിത വ്യക്തമാക്കുന്നു. താൻ പിതാവിനെ പോലെ കണ്ടിരുന്ന വ്യക്തിയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എന്നാൽ ഇത്തരക്കാരിൽ നിന്നും അത്തരത്തിലൊരു സമീപനം താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നും സരിത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയും തന്നെ പീഡിപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നും സരിത വെളിപ്പെടുത്തുന്നുണ്ട്. അത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് പീഡിപ്പിച്ചത് എന്നും സരിത വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാർക്ക് കാഴ്ചവെക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ PA തന്നെ നിർബന്ധിച്ചു എന്നും സരിത കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയും ഈ കത്ത് സരിത താൻ തന്നെ എഴുതിയതാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട്. ACJM-ൽ എറണാകുളം ACJM-ൽ കൊടുക്കുവാൻ വേണ്ടി എഴുതിയ കത്താണ് ഇത് എന്ന് സരിത തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സരിത സമ്മതിക്കുന്നുണ്ട്. ആ കത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സരിതയോട് ചോദിക്കുമ്പോൾ സരിത തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ കത്ത് താൻ എഴുതിയതാണ്. കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒക്കെയും ശരിയാണ്, അത് യഥാർത്ഥമാണ്, അതിൽ നിന്നും തനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല എന്നും സരിത വ്യക്തമാക്കുന്നുണ്ട്. കത്തിലെ കാര്യങ്ങൾ താൻ നിഷേധിക്കുന്നില്ല. കത്ത് സത്യമാണ്, ഒന്നും കള്ളത്തരമല്ല. പിതാവിന് തുല്യം കണ്ട വ്യക്തിയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നും സരിത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവരിൽ നിന്നും മോശമായ പെരുമാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കുട്ടികൾ ഉള്ളതുകൊണ്ട് അവരുടെ ഭാവിയെ കരുതി കൂടുതൽ പറയാൻ താൻ തയ്യാറല്ല എന്നും സരിത വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഈ കത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പലപ്പോഴും പുറത്തു വന്നിരുന്നു. പലരുടെയും കൈകളിൽ ഈ കത്ത് ഉണ്ട് എന്നും നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കത്ത്, സരിത എഴുതിയ കത്ത് പുറത്തു വരുന്നത്. ആ കത്തിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ കത്ത് താൻ തന്നെ എഴുതിയതാണ് എന്ന് സരിത വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പല അഭ്യൂഹങ്ങളും പുറത്ത് വന്നിരുന്നു. ഇക്കാര്യം സരിത ഈ കത്ത് സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കാതിരുന്നത് താൻ ഭയന്നിട്ടാണ് എന്നും സരിത ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ അപമാനം ഭയന്നാണെന്നും സരിത ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും രസകരമായ വസ്തുത, ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിജയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞ ആരോപണ വിധേയരായിട്ടുള്ള മന്ത്രിമാർക്കും MLA-മാർക്കും സീറ്റ് നൽകില്ല അല്ലെങ്കിൽ നൽകരുത് എന്ന് VM സുധീരൻ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി സമ്മർദ്ദത്തിലൂടെ ആ സീറ്റ് വാങ്ങിയെടുത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു കത്ത് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കത്ത് യാഥാർത്ഥ്യമാണ്, കത്ത് സത്യമാണ് എന്ന് സരിതയും വെളിപ്പെടുത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഏറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഇത്. കാരണം ഇത്രയും നാൾ ഇത് പുകമറയിൽ നിന്നിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അത് വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നത്. കത്ത് തന്നെ പുറത്തു വന്നിരിക്കുന്നു. സരിതയുടെ കൈപ്പടയിൽ എഴുതിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2013 ജൂലൈ 19 ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് സരിത കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മുൻ കേന്ദ്രമന്ത്രിയും തന്നെ പീഡിപ്പിച്ചു എന്നും സരിത ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ PA മറ്റ് മന്ത്രിമാർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി തന്നെ പ്രേരിപ്പിച്ചു എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാന മന്ത്രിയുടെ വീട്ടിൽ വെച്ചായിരുന്നു മുൻ കേന്ദ്രമന്ത്രി തന്നെ പീഡിപ്പിച്ചത് എന്നും സരിത ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രദീപ്, KG, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൂന്നാമത്തെ കത്തിന്റെ വിവാദ കത്ത് അത് പുറത്തു വരുമ്പോൾ അതിന്റെ 3-ാം പേജിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. അവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രത്യക്ഷത്തിൽ തന്നെ പറയുമ്പോൾ ഒരു സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച് ഉള്ള ലൈംഗിക പീഡനം നടക്കുന്നു, അതോടൊപ്പം ഒരു കേന്ദ്രമന്ത്രി ബലാത്സംഗം ചെയ്തു അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു നെക്സസ് ഈ മന്ത്രിസഭയുടെ, അത് ഉമ്മൻചാണ്ടിയുടെയും ഉമ്മൻചാണ്ടിയുടെ കൂട്ടാളികളും അടക്കം ഒരു വലിയൊരു
വിപുലമായ ഒരു വല സരിതയെ പീഡിപ്പിക്കാനായി അവിടെ ഉണ്ടായിരുന്നു. തന്നെ മാത്രം ബലിയാടാക്കി വലിയ മീനുകൾ രക്ഷപ്പെടുന്ന അവസ്ഥ എന്ന് സരിത പറയുമ്പോൾ ഇനിയും കൂടുതൽ പേരുകൾ പുറത്തു വരും. അത്തരത്തിൽ വാർത്തകളും ഉണ്ടായിരുന്നു. നിലവിൽ കേന്ദ്രമന്ത്രി വരുന്നു, മുഖ്യമന്ത്രി വരുന്നു, സംസ്ഥാനത്തൊരു മന്ത്രിയുടെ വസതിയിൽ വെച്ച് വരുമ്പോൾ ഇവരുടെയൊക്കെ ഈ പീഡനത്തിലൊരു കൂട്ടായ്മ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ടോ? എല്ലാവരും ഒഴിഞ്ഞു മാറിയിരുന്നു ഓരോ ആരോപണങ്ങൾ വന്നപ്പോഴും. പ്രദീപ്, നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സരിത പണ്ട് വെളിപ്പെടുത്തിയ ഒരു, അല്ലെങ്കിൽ സരിത പറഞ്ഞ ഒരു വാക്കാണ്, താൻ പൂർണ്ണമായും വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ അല്ലെങ്കിൽ താൻ തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് കേരളം താങ്ങില്ല, രാഷ്ട്രീയ കേരളം താങ്ങില്ല എന്ന് സരിത പറഞ്ഞതിൻ്റെ പൊരുളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന് ആയിരുന്നു സരിത അന്ന് പറയാതെ പറഞ്ഞത് എന്നത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. രാഷ്ട്രീയ കേരളം താങ്ങില്ല എന്നായിരുന്നു സരിത അന്ന് വ്യക്തമാക്കിയത്. അത് ഇതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് അന്ന് തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സരിതയെ പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളോ അന്ന് പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ സരിത സരിതയുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു സ്ത്രീ തന്നെ ഒരാൾ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഒരു മുഖ്യമന്ത്രി തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ കാര്യങ്ങൾ തുറന്നെഴുതാൻ ഒരു സ്ത്രീയും ധൈര്യപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇത് സരിത സമ്മതിക്കുന്നുമുണ്ട്, താൻ എഴുതിയ കത്താണ്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും താൻ കള്ളത്തരമാണ് എന്ന് താൻ പറയില്ല, ഇതെല്ലാം സത്യമാണ് എന്ന് സരിത തുറന്നു പറയുന്നു. സോളാർ കമ്മീഷന് മുമ്പിൽ ഈ കത്ത് ഹാജരാക്കാതിരുന്നത് അപമാന ഭയം മൂലമാണ്. അതോടൊപ്പം തന്നെ ഭയന്നിട്ടാണ്. തനിക്ക് 2 കുട്ടികളുണ്ട്, അവരുടെ ഭാവിയെ കരുതി കൂടിയാണ് ഈ കത്ത് പുറത്തു വരരുത് എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്നുകൂടി സരിത പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സരിതയുടെ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സ്വാഭാവികമായും ഇതിലൂടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഏറ്റ കനത്ത പ്രഹരം എന്ന് തന്നെ പറയേണ്ടി വരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പാർട്ടി പിളർത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മുഴുവൻ സീറ്റ് വാങ്ങി തരപ്പെടുത്തി കൊടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരവും ഏറ്റവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതുമായിട്ടുള്ള ഒരു സന്ദർഭം എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. നേരത്തെ ഒരുപക്ഷെ ഏറ്റവും ആദ്യം നമ്മൾ തന്നെയാണ്, കൈരളി പീപ്പിൾ TV തന്നെയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടിയ കാര്യം, സംസ്ഥാന മന്ത്രിസഭയിലെ 5 പ്രമുഖർ ഉൾപ്പെടെ MLA-മാർ ഉൾപ്പെടെയുള്ളവർ സരിതയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന് നമ്മൾ അന്ന് വാർത്ത നൽകിയിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ശരിവയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അന്ന് ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സരിതയുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു, അല്ലെങ്കിൽ സരിതയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ തന്നെയാണ് അന്ന് ആദ്യം പുറത്തുവിട്ടത്. അതിനുശേഷം മറ്റു പല മാധ്യമങ്ങളും പിന്നീട് ഇക്കാര്യം ഏറ്റെടുക്കുകയുണ്ടായി. എന്നാൽ അന്ന് യഥാർത്ഥത്തിൽ അതിന് തെളിവുകളൊന്നും തന്നെ പുറത്തുവിടാൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കത്തുകൂടി പുറത്തു വന്ന് നിൽക്കുമ്പോൾ ഇത് കഴിഞ്ഞ കാലങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഭൂതകാലം നോക്കുമ്പോൾ തമ്പാനൂർ രവി ഉൾപ്പെടെ, ബെന്നി ബെഹനാൻ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പലരും സരിതയുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു, ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. സോളാർ കമ്മീഷനിൽ സരിത മൊഴി നൽകാൻ പോകുന്നതിന് തലേ ദിവസം തമ്പാനൂർ രവി മുഖ്യമന്ത്രിയുടെ വളരെ അടുപ്പക്കാരനും അടുത്ത ഒരു വ്യക്തിയും അനുയായിയുമാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി തിരുവനന്തപുരത്തും ഒപ്പം ചരടുവലികൾ നടത്തുന്നതും തമ്പാനൂർ രവിയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലങ്ങൾ നമ്മൾ കേട്ടതാണ്. എങ്ങനെ സോളാർ കമ്മീഷനിൽ മൊഴി നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തമ്പാനൂർ രവി സരിതയ്ക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ എന്തിനായിരുന്നു തമ്പാനൂർ രവി അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ രീതിയിലെ ഇന്ന രീതിയിലെ കാര്യങ്ങൾ പറയാവൂ എന്ന് സരിതയോട് എന്തിന് പറഞ്ഞിരുന്നു എന്നുള്ളതിൻ്റെ പൊരുൾ ആണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ ബന്ധപ്പെട്ടിരുന്നതിൻ്റെയും ബെന്നി ബെഹനാൻ ടെലിഫോണിലൂടെ സരിതയ്ക്ക് നിർദ്ദേശം നൽകുന്നതിൻ്റെയും കാര്യങ്ങൾ എന്തിനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കത്ത് പുറത്തു വന്നതിലൂടെ വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി എന്നുള്ള വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഈ കാര്യങ്ങളൊക്കെയും ചെയ്തത്, അല്ലെങ്കിൽ അതിന് പിന്നിലെ കള്ളക്കളികളൊക്കെയും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു, സർക്കാരിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് പലപ്പോഴും പല രീതിയിലും വ്യക്തമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തമ്പാനൂർ രവി നിരന്തരം, അതായത് 400-ലധികം തവണ, 500-ഓളം തവണ സരിതയെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ സഹിതം പുറത്തു വരികയും ചെയ്തിരുന്നു. പ്രദീപ്, MLA രാജു എബ്രഹാം കൂടി ചേരുന്നു. ശ്രീ രാജു എബ്രഹാം, സോളാർ കമ്മീഷനിൽ അടക്കം നാം പല കഥകൾ അത്തരത്തിലാണ് ഈ സമയത്ത് പറയേണ്ടതുള്ളത്. ഇതുവരെ അത് കഥകളായിരുന്നു. പക്ഷേ ആ വിവാദ കത്ത് പുറത്തായിരിക്കുന്നു. 2013 ജൂലൈ 13 എഴുതിയതിൽ ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പീഡിപ്പിച്ചു ശാരീരികമായി. ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുകയാണ് ഈ ആരോപണം. അതിന്റെ കത്തുകൾ പുറത്തു വരുന്നു. എന്ത് ആഭാസത്തരം! ആ വാക്ക് ഉപയോഗിക്കാമോ രാജു എബ്രഹാം? തീർച്ചയായിട്ടും നമ്മുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.
അതില് ചില വിവാദങ്ങൾ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, സരിതയെ ലൈംഗികമായി മന്ത്രിമാർ മാറി മാറി ഉപയോഗിച്ചു. ഒരു മന്ത്രി ഈ ഉപയോഗിച്ച ശേഷം കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മന്ത്രിക്ക് തന്നെ എക്സ്ചേഞ്ച് ചെയ്യുകയായിരുന്നു എന്നാണ് സരിത ഇടയ്ക്ക് വെളിപ്പെടുത്തിയത്. ഇത് ഒരു മന്ത്രി നിഷേധിച്ചിട്ടില്ല. ഒരു മന്ത്രിമാരും സരിതയ്ക്കെതിരെ മാനനഷ്ട കേസും കൊടുത്തിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് തന്നെ ഒരു വളരെ ഗുരുതരമായ ആക്ഷേപം പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും ഒരു ആധുനികമായ ശാസ്ത്രീയ സംവിധാനങ്ങൾ, അത് നാർക്കോ അനാലിസിസ് പോലെയുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ടത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ രാജു അബ്രഹാം, ഇതോടൊപ്പം നാം ചേർത്ത് വെക്കേണ്ട കാര്യമുണ്ട്. എപ്പോഴും രാഷ്ട്രീയത്തിന്റെ ചില മാന്യതകൾ പറയുമ്പോൾ അവിടെ ഇതുവരെ ഒഴിഞ്ഞു മാറിയിരുന്നു പല കാര്യങ്ങളും. നിയമവിധേയമായ കമ്മീഷന് മുന്നിൽ പോലും എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ആവർത്തിച്ചു പറയേണ്ട കാര്യമില്ല. 2013 ജൂലൈ 13 എന്തുകൊണ്ട് ആ കത്ത് കമ്മീഷനിൽ വെച്ചില്ല? മാന്യത ഭയന്ന്, അല്ലെങ്കിൽ കുട്ടികളെ ഓർത്ത് എന്നൊക്കെ ഒരു സ്ത്രീക്ക് പറയേണ്ടി വരുമ്പോൾ അവിടെ ഒരു ബിസിനസ് എന്നുള്ളത് നിലനിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ അഴിമതി, സോളാർ അഴിമതിയൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് ലൈംഗിക ചൂഷണത്തിലേക്ക് പോകുന്നു. ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രി ആ തരത്തിൽ തന്നെ ഈ ആരോപണത്തിന് കണ്ടാൽ എങ്ങനെ പ്രതികരിക്കേണ്ടി വരും? സുപ്രീം കോടതി വിധി പ്രകാരം ഇത്തരം ഒരു ആക്ഷേപം പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും FIR എടുത്ത് മുഖ്യമന്ത്രിയെ പ്രതിയാക്കി കേസെടുക്കേണ്ടതാണ്. അതാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള കീഴ്വഴക്കം. അപ്പൊ അത്തരം ഒരു സംഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന്റെ ഗൗരവം എന്താണ് എന്ന് നമുക്ക് നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതിനുള്ള നടപടികളാണ് ഇനി സ്വീകരിക്കുന്നത്. കാരണം ഇതിന്റെ ഈ സരിത എന്ന് പറഞ്ഞ കുട്ടിയെ അമ്മാനമാടിയ ഒരു ഗവൺമെന്റാണ്. ഗവൺമെന്റ് കേരളത്തിൽ ഒന്നും ചെയ്തില്ല. കേരളത്തിലൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയില്ല. ആകെ നടത്തിയത് ഈ കുട്ടിയുമായിട്ട്, ഈ സരിതയുമായിട്ടുള്ള പുറത്തു പറയാൻ കൊള്ളാത്ത ഏർപ്പാടുകൾ മാത്രം ചെയ്യുവാനായിരുന്നു ഈ സർക്കാരിന്റെ മന്ത്രിമാർക്ക് താല്പര്യം. അതിൽ മുഖ്യമന്ത്രി ഇതുവരെ ഒഴിവാക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കൂടി ആ പ്രതിപട്ടികയിൽ വരുന്ന ഒരു ലക്ഷണമാണ് ഇപ്പൊ കാണുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു പീഡന ആരോപണം വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് തന്നെയാണ്. ശ്രീ രാജു അബ്രഹാം, എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. FIR അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിയമസഭയിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ളത്, ലീഗലി ബൈൻഡിംഗ് ആയിട്ടുള്ളൊരു വേദിയാണത്, ഭരണഘടനാ സ്ഥാപനം. അവിടെ ഇന്ന് ഈ വാർത്ത നാം കൈകാര്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഒളിച്ചുകളി ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ രാജു അബ്രഹാം? അദ്ദേഹം ആദ്യം തന്നെ സരിതയെ കണ്ടിട്ടില്ല, ബിജു രാധാകൃഷ്ണനെ കണ്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ആള് പിന്നെ ഒരിക്കൽ കണ്ടു. പിന്നെ അത് കമ്മീഷന് മുമ്പിൽ ചെന്നപ്പം 2ഓ 3ഓ തവണ കണ്ടിട്ടുണ്ടാകാം എന്ന തരത്തിലേക്ക് ഊരി സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ ഈ കേരളത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. എന്ത് അപമാനം സഹിച്ച് ഞാൻ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും, ഇത് കേരളത്തിന് അപമാനമാണ്, നാണക്കേടാണ്, തലയിൽ മുണ്ടിട്ടുകൊണ്ട് മാത്രമേ മലയാളികൾക്ക് ഇനി പുറത്തിറങ്ങി നടക്കാൻ കഴിയൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സ്ഥിതിവിശേഷം നിൽക്കുമ്പോൾ തന്നെ ഒരു സർക്കാർ പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിയുന്ന ഒരു സന്ദർഭം നിൽക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, അതിനൊരു പാരമ്പര്യമുണ്ട്, ഒരു ബോധമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്. അവിടെ ഒരു കൊഞ്ഞണം കുത്തലായി അത് അഴിമതിയുടെ മുഖത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ലൈംഗിക ആരോപണത്തിലേക്ക് വരുമ്പോൾ അപഹാസ്യതയുടെ ഏറ്റവും അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ടൊരു നിയമസഭാ സാമാജികൻ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് അതിനെ കാണാൻ കഴിയുമോ? നമ്മുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഓർത്തെടുത്താൽ ഈ സർക്കാരിന്റെ മുഖ്യ മുദ്രാവാക്യം മണ്ണ്, പെണ്ണ്, പണം എന്നുള്ളതായിരുന്നു. ഈ 3 വാക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ഈ ഗവൺമെന്റ് 5 വർഷക്കാലം നടത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു പുതുമയല്ല, ഇതിനകത്ത് നാണക്കേടില്ല, ഇതൊരു അഭിമാനമായിട്ടാണ് UDFന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കരുതുന്നത്. അവരുടെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി ചാർത്തപ്പെട്ടു എന്ന ഒരു അഹംഭാവത്തോടു കൂടിയാണ് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ നാണം കെട്ട ആളുകൾ കടന്നു വരുന്നത്.
യെസ്, മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ സരിത 2013 ജൂലൈ 13 എഴുതിയ വിവാദ കത്തിലെ പരാമർശങ്ങൾ, ആ കത്ത് പുറത്തു വരുന്നു. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, ഒരു കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. FIR രജിസ്റ്റർ ചെയ്ത് എത്രയും വേഗം മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണമെന്ന് രാജു എബ്രഹാം MLA ആവശ്യപ്പെടുമ്പോൾ കത്തിലെ വിശദാംശങ്ങൾ, മറ്റ് കാര്യങ്ങളുമായി KG ദിനകർ ചേരും ഇടവേളയ്ക്ക് ശേഷം. 2013 ജൂലൈ 13 സരിത എസ് നായർ എഴുതിയ കത്ത്, വിവാദ കത്തിലെ വിശദാംശങ്ങൾ പുറത്തുവരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പ്രത്യക്ഷത്തിൽ ആരോപണം സരിത കത്തിൽ എഴുതിയിരിക്കുന്നു. ക്ലിഫ് ഹൗസിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി ലൈംഗികമായി പീഡിപ്പിച്ചു, അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി തന്നെ ബലാത്സംഗം ചെയ്തു. അത് ബലാത്സംഗം നടന്നത് സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച്. രമേശ് ചെന്നിത്തലയുടെ PA നിർബന്ധിച്ചു പല മന്ത്രിമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ. KG ദിനകർ തിരുവനന്തപുരത്ത് നിന്നും. ദിനകർ, നേരത്തെ രാജു എബ്രഹാം MLA ചൂണ്ടിക്കാണിച്ചത് അടിയന്തരമായി ഒരു FIR രജിസ്റ്റർ ചെയ്യണം. നിയമസഭയിലടക്കം, സോളാർ കമ്മീഷനിലടക്കം, മറ്റു പൊതുവേദികളിലടക്കം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി ഇതുവരെ. 2013 സരിതയുടെ കത്ത് പുറത്തു വരുമ്പോൾ ഒരു ക്വിക്ക് FIR എന്നുള്ള ഒരു MLAയുടെ ആവശ്യം നിലനിൽക്കെ തന്നെ ആ ആവശ്യത്തെ സാധൂകരിക്കുന്ന തരത്തിൽ കത്തിൽ സരിത പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? പ്രദീപ്, തീർച്ചയായും 2013 ജൂലൈ 19 മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് സരിത കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മുൻ കേന്ദ്രമന്ത്രിയും പീഡിപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രി പീഡിപ്പിച്ചത് ഒരു സംസ്ഥാന മന്ത്രിയുടെ വീട്ടിൽ വസതിയിൽ വെച്ചാണ് എന്നും കത്തിൽ സരിത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാർക്ക് തന്നെ കാഴ്ചവെക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ PA തന്നെ നിർബന്ധിച്ചു എന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കത്ത് സോളാർ കമ്മീഷൻ നൽകാതിരുന്നത് അപമാനഭയം മൂലമാണ്. തനിക്ക് 2 കുട്ടികളുണ്ട്, അവരുടെ ഭാവിയെ കൂടി കരുതിക്കൊണ്ടാണ് സോളാർ കമ്മീഷന് മുമ്പിൽ ഈ കത്ത് നൽകാതിരുന്നത് എന്നും സരിത വെളിപ്പെടുത്തുന്നുണ്ട്. അത് സരിത പറയുന്നുണ്ട്. കാരണം അത് സോളാർ കമ്മീഷനിൽ എത്തിയാൽ, കത്ത് നൽകിയാൽ സ്വാഭാവികമായും അത് പുറം ലോകത്ത് എത്തും. അത് താൻ ഇഷ്ടപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ പിതാവിനെ പോലെ കണ്ടിരുന്ന വ്യക്തിയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൽ നിന്നും അത്തരത്തിലൊരു സമീപനം താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും സരിത കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ കത്ത് താൻ എഴുതിയത് തന്നെയാണ് എന്നും സരിത വ്യക്തമാക്കുന്നുണ്ട്. സരിത തന്റെ വാക്കുകളിലൂടെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കത്തിലെ കാര്യങ്ങൾ നിഷേധിക്കുന്നില്ല, കത്ത് സത്യം തന്നെയാണ്, ഒന്നും ഇതിൽ കള്ളത്തരമൊന്നുമില്ല, അത് നിഷേധിക്കുന്നില്ല എന്നും സരിത വ്യക്തമാക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇക്കാര്യങ്ങൾ നേരത്തെ പലപ്പോഴായി പല രീതിയിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു സാധുത എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. സരിതയുടെ കത്ത്, കൈപ്പടയിൽ എഴുതിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യം സരിത ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കത്തിലെ കാര്യങ്ങൾ താൻ നിഷേധിക്കുന്നില്ല, കത്ത് താൻ എഴുതിയത് തന്നെയാണ് എന്ന് തന്നെയാണ് സരിത വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിവായിക്കേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തമ്പാനൂർ രവി ഉൾപ്പെടെ, ബെന്നി ബെഹനാൻ ഉൾപ്പെടെ സരിതയുമായി ടെലിഫോൺ സംഭാഷണം നടത്തുന്നതിൻ്റെ ശബ്ദരേഖകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി സോളാർ കമ്മീഷനിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സരിത നായർ സംസാരിക്കുന്നത്